ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വാക്യം വായിച്ചാരും തരികയില്ല. ഏതുവാണെന്ന് എനിക്കും അറിയാൻ മേല. അപ്പം അത് കുഴപ്പമൊന്നുമില്ല. അഥവാ മനുഷ്യന് അത് ഏറ്റുമൊക്കെ പറ്റാം, എങ്കിലും വായിച്ച് സഹായിക്കണം. ദൈവത്തിന്റെ മഹത്വം. ഇതൊരു ശുശ്രൂഷയാണ് ദൈവവചനം വായിക്കുന്നത്. എനിക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. എനിക്ക് തെറ്റുപറ്റിയത് തന്നെ ക്ലാസ്സിന് വെളിയിൽ ഇറക്കി കെ മാത്യു അവർകളാണ് എന്നെ ദൈവവചനം പഠിപ്പിച്ചത്. ഒരധികാരം അദ്ദേഹത്തെ പറ്റി അടുത്തറിയുന്നവർക്കറിയാം. നല്ല കർത്തൃദാസന, വചനമൊക്കെ നല്ല തിട്ടമാണ്. വള്ളി തെറ്റിയാൽ അദ്ദേഹം പിടികൂടും. അപ്പൊ ഞാൻ ചടികടാൻ ഇതുപോലെ വായിച്ചു കൊടുക്കും. തെറ്റിയാലും അങ്ങ് വായിക്കും ബൈസ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പൊ ഒരിക്കല് അദ്ദേഹം വാക്യം പറഞ്ഞ് കൊരിന്ത്യലേഖനത്തിൽ വാക്യം പറഞ്ഞപ്പം പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. അതാ വാക്യം. ഞാൻ ചടയെന്ന് വായിച്ചു, പ്രസവിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. കുഴഞ്ഞു. സാറ് പറഞ്ഞു എഴുന്നേക്കടാന്ന് പറഞ്ഞു. അല്ല, എന്റെ കാര്യം കൂടെ പറയണമല്ലോ. എഴുന്നേക്കടാന്ന് പറഞ്ഞു. നീ എന്തോ വായിച്ചേ? ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞു. അന്നേരം തെറ്റിച്ചു. പറഞ്ഞപ്പോൾ വെപ്രാളമായി. അദ്ദേഹം എന്നെ നന്നായിട്ട് ശാസിച്ചു, നന്നായിട്ട് വഴക്ക് പറഞ്ഞു. എല്ലാവരുടെയും മുൻപിലിട്ടാ വഴക്ക് പറഞ്ഞ്. നീതിമാൻ ശാസിക്കുന്നത് വേണയാ. ശാസിക്കുക മാത്രമല്ല, ക്ലാസ്സിന് വെളിയിൽ ഇറങ്ങാൻ പറഞ്ഞു. ക്ലാസ്സിന് വെളിയിൽ ഇറങ്ങി 100 പ്രാവശ്യം പൊസിഷൻ അധ്യായം അത് എഴുതിയേച്ച് നീ ക്ലാസ്സിൽ. അപ്പൊ പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു, നീ ഏതെങ്കിലും സഭയിൽ ചെന്ന് ഇത് വാക്യം വായിക്കും, പെണ്ണുങ്ങൾ തന്നെ എടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്നെ ക്ലാസ്സിന് വെളിയിൽ ഇറക്കി വിട്ടു. 100 പ്രാവശ്യം എഴുതി. പിറ്റേ ക്ലാസ്സിൽ സാറ് വന്നപ്പോൾ കൊണ്ട് കൊടുത്തു. കൈ തന്ന് അഭിനന്ദിച്ചു. പിന്നീട് പല ശുശ്രൂഷകൾക്ക് എന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം വരുന്ന സഭകളിൽ. പിന്നീട് അദ്ദേഹത്തിന് വലിയ കാര്യമായിരുന്നു. അപ്പൊ അത് വളരെ നന്നായെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ പ്രായമുള്ള കർത്തദാസന്മാർ വഴക്ക് പറയുകയും ശാസിക്കുകയൊക്കെ ചെയ്യുന്നത് ദോഷമല്ല, നല്ലതിനാ. ഞാൻ വഴക്ക് പറഞ്ഞ കാര്യമല്ല പറഞ്ഞത്, എന്നെ വഴക്ക് പറഞ്ഞത്.